ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഹലോ കൂട്ടുകാരെ, നമ്മളെ പൂജ റൂമിൻ്റെ കോൺക്രീറ്റിൻ്റെ കമ്പി കെട്ടൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഏകദേശം എന്താ ഇങ്ങനെ സൂപ്പറായി കമ്പി കെട്ടിയിട്ടുണ്ട്. വയറിങ്ങിൻ്റെ പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പിടുത്തത്തിന് വേണ്ടിയിട്ട് ചുമരിൻ്റെ ഉള്ളിലേക്ക് വെട്ടിയിട്ട് കമ്പി ഇറക്കി കുത്തി കയറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ എന്താ പറയുക, ചുമര് വരാത്തതുകൊണ്ട്, അതായത് ഉള്ള ചുമരുമ്മലാണ് ഇവിടെ ഉള്ള കയറ്റിന്. പിന്നെ ഇവിടെ ചുമരുണ്ട്, പടുത്ത് വെച്ചതുകൊണ്ട് പിന്നെ അയിമിക്കാണ്ട് കയറ്റിയിട്ടാൽ മതി. അപ്പോൾ ബാക്കി കോൺക്രീറ്റിൻ്റെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ അടുത്തത് സ്ലാബിനുള്ള കോൺക്രീറ്റ് നമുക്കൊന്ന് കൂട്ടാം. ഓൾറെഡി കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ കോൺക്രീറ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ളൊരു ഏർപ്പാടാണ്. അത് ചെയ്തവർക്ക് അറിയാട്ടാ. ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഒരു മൂലയിൽ നിന്നാണ് തുടങ്ങാം. അതിൻ്റെ മുന്നേ ഒന്ന് നനച്ചിടണം. അപ്പോൾ കൃഷ്ണ ഒക്കെ ഭംഗിയാക്കി തരണേ. ഇത് മൊത്തം കഴിഞ്ഞിട്ട് കാണാട്ടാ. ഏകദേശം ഒരു മൂലയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് മൊത്തം ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഇത് മൊത്തം ഫിനിഷ് ആക്കിയിട്ട് വരാം കേട്ടോ. ഒക്കെ കൂടി നടക്കണില്ല. അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേരെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ചെയ്യാൻ പേടിയാണ്. എന്തെങ്കിലും എന്താണ് പറയുക, എന്താ ഉണ്ടാക്കിയത് കൊളാവോ കേടാവോ. ഒരു ചെറിയ തോതിലാണെങ്കിൽ ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ ചെറിയ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കി. ഓക്കെ, ആഗ്രഹം ഉള്ളിൽ വെച്ചിരുന്നൊരു കാര്യമില്ല. നമ്മളെ കൊണ്ട് പറ്റും. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്കൊന്നും പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട ആവശ്യമില്ല. എന്താ, നമുക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കൂട്ടിയിട്ട് സെറ്റാക്കാനുള്ളേ ഉള്ളൂ. അപ്പോൾ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്ത് നോക്കാം ചെറിയ തോതിൽ. അല്ലാതെ വലിയ തോതിൽ വലിയ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇങ്ങനെയുള്ള ചെറിയ പുറത്തുള്ള നമുക്കൊരു എന്താ പറയുക, വേസ്റ്റ് ടാങ്കിലേക്ക് പോകാനുള്ള ഒരു ടാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കോൺക്രീറ്റ് സ്ലാബ് വാർത്തിടുക, അതൊക്കെ നമുക്ക് തന്നെ ചെയ്ത് നോക്കാനുള്ളൂ.
ഒന്നും വലിയ സംഭവമുള്ള പരിപാടിയല്ല. ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് തോന്നിയ പരിപാടിയല്ല കേട്ടോ. അപ്പോൾ ഈ വീട് പൊളിച്ച് പണിയണത് കുറേ പ്ലാൻ ചെയ്ത് കുറേ ഒരു 10-100 വട്ടം ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് വന്നാൽ കുഴപ്പമാവുമോ അല്ലെങ്കിൽ മറ്റേ സ്ഥലത്തേക്ക് ബോറാവുമോ അങ്ങനെ ചിന്തിച്ചിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ പെട്ടെന്ന് തിരിയെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഒരു വർഷത്തോളം എടുത്തൊരു പ്ലാനാണിത്. കുറേ പ്രാവശ്യമൊക്കെ ഈ ഏരിയയിൽ വന്ന് നിന്നിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ എങ്ങനെ വരുത്തണം എങ്ങനെ അത് ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. അത് ആയി വന്നാൽ എങ്ങനെ ഉണ്ടാവും ആ സംഭവങ്ങളൊക്കെ ഞാൻ ഇമാജിൻ ചെയ്തിരിക്കണ്. ഇപ്പോൾ ഈ റൂം എങ്ങനെ വരും എന്നുള്ളത് എനിക്കിപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇതിങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സെറ്റപ്പ് അല്ലേ. എനിക്കിപ്പോൾ ഇത് പണി കഴിഞ്ഞിട്ടുള്ളൊരു ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അതാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. ഇവിടെ കൃഷ്ണ ഇരിക്കണതും ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്, ലൈറ്റ് കത്തുന്നത്, ഇതൊക്കെയാണ് പിന്നെ മനസ്സിൽ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമില്ല, ചെയ്തു നോക്കുക ചെറിയ തോതിൽ. അപ്പോൾ നമുക്ക് ധൈര്യം വരും. ചില വിചാരിക്കും ചെയ്ത് കഴിഞ്ഞാൽ കൊളാവുമോ, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാർ നിങ്ങളാക്ക് വിടി ചെയ്യ്. അവനാൻ്റെ വീട്ടിലല്ലേ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. ഇനി പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കുറ്റം പറയുകയാണെങ്കിൽ പറഞ്ഞേക്ക് എൻ്റെ വീടാണ്, അതായാലും കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. നെവർ മൈൻഡ്. ഓക്കെ, ഒരാൾ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മടിച്ച് നിൽക്കുകയാണെങ്കിൽ ആ മടിച്ച് നിൽക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ. ചെയ്തു നോക്കുക. മറ്റുള്ളവരെന്ത് പറയുമെന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഓൾമോസ്റ്റ് സെറ്റായി. അപ്പോൾ കോൺക്രീറ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാ. ഇനി അവിടെ ഒരു മറക്കണം, ആ വാൾ വെച്ച് കെട്ടണം. പിന്നെ ലൈറ്റിൻ്റെ പരിപാടി അതൊക്കെ ലാസ്റ്റാണ്. പിന്നെ തേക്കാണ്ട്, തേപ്പൊക്കെ ഇനി ഒരുമിച്ച് ചെയ്യാച്ചില്ല. ചുമര് കുറച്ച് തേക്കാണ്ട്. ഈ ഇങ്ങനെ കൂര അടിച്ച് തേക്കുമ്പോഴേ കൂര വെൻ്റായി പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അടുത്ത പണി എടുക്കാൻ പറ്റണില്ല. അപ്പോൾ തേപ്പൊക്കെ ഒരുമിച്ച് ചെയ്യണമെന്ന് ചോദിക്കുന്നു. പടവ് അതേപോലെ ഒരുമിച്ച് വേണ്ട. ടീ സ്റ്റാൻഡൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഇതിൻ്റെ പരിപാടിയും കഴിഞ്ഞ്. സിമ്പിൾ പരിപാടിയാണ്. നമ്മളിത് വലിയ സംഭവമാണെന്ന് വെച്ച് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് പിന്നെ വരട്ടാ. ബൈ.